ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക്കൽ കൊമേഴ്സ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പാർട്ട് 1 ആണ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ ദ ചാപ്റ്റർ. വാട്ട് ഈസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? Non-profit organization simply refers that the organization which are formed not to earn profits. അഥവാ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ലാത്ത എല്ലാ ഓർഗനൈസേഷനെയും നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സർവീസസിനെയാണ്. ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ക്ലബ്സ്, ഹോസ്പിറ്റൽസ്, ലൈബ്രറീസ്, കോളേജസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് സർവീസസ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ട്രേഡിംഗ് ആക്ടിവിറ്റിയോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആയിരിക്കില്ല. ഇത് മെയിനായി ഫോക്കസ് ചെയ്യുന്നത് സർവീസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ വെൽഫെയർ ഓറിയൻറ്റഡ് ആക്ടിവിറ്റി ആയിരിക്കും. ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു ഫാക്ടർ ഇറ്റ് ഈസ് നോട്ട് എ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇതിലെ ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് റെൻഡറിങ് ഓഫ് സർവീസസ് ആണ്. നമുക്കറിയാം സർവീസസ്, പ്രൊവൈഡിങ് ഓഫ് സർവീസസ് ആണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി എന്നാണ്. ഒരിക്കലും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാറില്ല. ദേ ആർ മെയിൻലി ഫോക്കസിങ് ഓൺ സർവീസസ്. തേർഡ് പോയിന്റിൽ പറയുന്നത് നോ ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി എന്നാണ്. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ട്രേഡിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ക്യാരി ഓൺ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് പോലെയുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മാത്രമായിരിക്കും ഈ ട്രേഡിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ചെയ്യാറുള്ളത്. ഫോർത്ത് പോയിന്റ് ആണ് സോഴ്സസ് ഓഫ് ഇൻകം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ സോഴ്സസ് ഓഫ് ഇൻകമായി കൺസിഡർ ചെയ്യുന്നത് ഡൊണേഷൻസ്, സബ്സ്ക്രിപ്ഷൻസ്, ഗ്രാൻസ്, ലെഗസീസ് തുടങ്ങിയവയാണ്. ഫിഫ്ത്ത് പോയിന്റ് ആണ് റിസൾട്ട് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് തന്നെയായിരിക്കും. ഇവിടെ സർപ്ലസ് ഒരിക്കലും മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല. സർപ്ലസ് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാറാണ് പതിവ്. സിക്സ്ത് പോയിന്റ് ആണ് ക്യാപിറ്റൽ ഫണ്ട്. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് സോഴ്സസ് ഓഫ് ഇൻകം ആയ ഡൊണേഷനും സബ്സ്ക്രിപ്ഷൻ, ഗ്രാൻസ് തുടങ്ങിയവയാണ് ഇവിടെ ക്യാപിറ്റൽ ഫണ്ടായി ആക്ട് ചെയ്യാറുള്ളത്. സെവൻത്ത് പോയിന്റ് ആണ് നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും അധികമായി നടക്കാറില്ല. എയ്ത്ത് ഫീച്ചറായി പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ബുക്ക്. ഇതിൽ മെയിനായി പറയുന്നത് എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും ഡെബിറ്റ് ചെയ്യുകയും എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്നാണ്. നയൻത്ത് പോയിന്റ് അല്ലെങ്കിൽ നയൻത്ത് ഫീച്ചറാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആയിരിക്കും മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. നെക്സ്റ്റ്, വിച്ച് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ഫോർ NPO അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് നോക്കാം. മെയിൻലി 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് തേർഡ് വൺ ബാലൻസ് ഷീറ്റ്. ഇതിൽ ഫസ്റ്റ് വൺ ആയ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. എല്ലാ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അക്കൗണ്ടിംഗ് ഇയറിലെ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ബുക്കിലെ എല്ലാ റെസീപ്റ്റ്സിൻ്റെയും എല്ലാ പേയ്മെൻറ്റ്സിൻ്റെയും സമ്മറിയാണ് ഇവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറുള്ളത്.
എല്ലാ റെസിപ്റ്റ്സ് ഐറ്റംസും ഡെബിറ്റ് ചെയ്യുകയും എല്ലാ പേയ്മെൻറ്റ് ഐറ്റംസും ക്രെഡിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ അക്കൗണ്ടിൽ റവന്യൂവും അതേപോലെ ക്യാപിറ്റലും റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇവിടെ റെസീപ്റ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻകംസും പേയ്മെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പെൻസസുമാണ്. ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കറണ്ട് ഇയറിലെ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യിക്കാറുള്ളത്, പ്രീവിയസ് ഇയർലെയും സബ്സിക്വൻറ്റ് ഇയർലെയും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കാറുണ്ട്. ഇവിടെ റെസീപ്റ്റ് സൈഡിലെയും പേയ്മെൻറ്റ് സൈഡിലെയും ഡിഫറൻസ് അറിയപ്പെടുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്നാണ്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഫീച്ചറായി പറയുന്നത് റിയൽ അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടുമായി വളരെയധികം സിമിലാരിറ്റി ഉള്ള ഒരു അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടിലെ പോലെ തന്നെ ക്യാഷ് റെസീപ്റ്റ്സ് ഡെബിറ്റ് ചെയ്യുകയും ക്യാഷ് പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് ചെയ്യുകയുമാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിയൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ഫീച്ചറാണ് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എങ്ങനെയാണോ അതിൻ്റെ മെയിൻ സമ്മറിയാണ് ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറുള്ളത്. തേർഡ് വൺ ആണ് അക്കൗണ്ട് ബാലൻസ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസോട് കൂടിയും എൻഡ് ചെയ്യുന്നത് ക്ലോസിംഗ് ബാലൻസോട് കൂടിയുമാണ്. ഫോർത്ത് പോയിന്റ്, എൻട്രീസ് മെയ്ഡ്. ക്യാഷ് ബുക്കിലുള്ള എല്ലാ എൻട്രീസും സച്ചസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഫിഫ്ത്ത് പോയിന്റ്, റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അറ്റ് ലാസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ ഉണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇല്ല. സിക്സ്ത് വൺ, നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്നോ അല്ലെങ്കിൽ റവന്യൂ എന്നോ ഒരു കാറ്റഗറൈസേഷനോ ഒരു ഡിഫറൻസിയേഷനോ ഇതിൽ ഉണ്ടാവാറില്ല. സെവൻത്ത് പോയിന്റിൽ പറയുന്നത് എല്ലാ ക്യാഷ് ഐറ്റംസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറുണ്ട് എന്നാണ്. എയ്ത്ത് പോയിന്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ചെയ്യുന്നത് പോലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സും ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ചെയ്യാറില്ല. ലാസ്റ്റ് പോയിന്റ്, നോ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി. ക്യാഷ് അക്കൗണ്ടുമായി സിമിലർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാഷ് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഡബിൾ എൻട്രി സിസ്റ്റം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നില്ല. ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.